യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇപ്പോൾ കാലം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിപാലനത്തിന് ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ തനിച്ചല്ല, നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് ഈ പൽക്കാലവും നമ്മെ കരം പിടിച്ച് നമ്മെ നടത്തുവാനായിട്ട് ഇടയത്തിനും ഉറപ്പ് ധൈര്യത്തോടും ആയിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിലെ ചിന്തയിലേക്ക്, ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് സ്തോത്രം പ്രതികൂലങ്ങളുടെ ആഴങ്ങൾ വർദ്ധിക്കുമ്പോൾ നാം ഭാരപ്പെടാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പ്രതികൂലത്തിന്റെ അലകൾ അടിച്ചുയരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം നിങ്ങൾ നിൽക്കുന്നത് ദൈവിക വാഗ്ദത്തത്തിന്റെ മുൻപിലത്രേ. സ്തോത്രം. ഹല്ലേലൂയ. അതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയ ദൈവമക്കളെ സ്തോത്രം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ കിടക്കുമ്പോൾ, ആ വാഗ്ദത്തത്തിന്റെ മുൻപന്തിയിൽ നാം വന്ന് നിൽക്കുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വരും. പലപ്പോഴും നാം അതിനകത്ത് നിരാശപ്പെടാറുണ്ട്, ആകുലപ്പെടാറുണ്ട്, പ്രാർത്ഥന മുടക്കാറുണ്ട്. ഇനി ഇതിനകത്തൊന്നും ഒരു വിടുതലില്ല എന്ന് പറഞ്ഞ് നാം പിന്മാറിപ്പോകാറുണ്ട്. ഇത് ശത്രു നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ്. പക്ഷേ ഈ പ്രഭാതത്തിൽ ദൈവീയ വാഗ്ദത്തമുള്ള ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് കൈമാറാനായിട്ടുള്ള നിന്റെ ജീവിതത്തിലെ പ്രതികൂലത്തിന്റെ ആഴം വർദ്ധിക്കുമ്പോൾ നീ തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട. ഒന്ന് ഓർത്താൽ മതി, നീ നിൽക്കുന്നത് ദൈവിക വാഗ്ദത്തത്തിന്റെ മുൻപിലത്രേ. സ്തോത്രം. നീ തളർന്നു പോകാതെ, പതറിപ്പോകാതെ നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ വാഗ്ദത്തത്തിലേക്ക് കർത്താവ് കരം പിടിച്ച് കയറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതെ, പിന്മാറി പോകുവാനല്ല. സ്തോത്രം. നിരാശപ്പെട്ടു പോകുവാനല്ല. അതെ, അതുവരെയും ഇല്ലാത്ത ചില കാറ്റുകൾ. അതേ, സ്തോത്രം. നമുക്ക് ദൈവവചനത്തിൽ തന്നെ, നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആരൊക്കെ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കയറിയോ അതിന് തൊട്ടു മുമ്പായി അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ ശക്തികൾ വർദ്ധിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ ആ പ്രതികൂലത്തെ അമർച്ച ചെയ്തുകൊണ്ട്, ആ പ്രതികൂലത്തെ അവരുടെ ജീവിതത്തിനകത്തുനിന്ന് മാറ്റിക്കൊണ്ട് ദൈവീയ വാഗ്ദത്തത്തിലേക്ക് കയറുവാനായിട്ട് ഇടയെത്തുന്നു. നമുക്കറിയാം, നമുക്ക് സ്തോത്രം വചനത്തിൽ നമുക്ക് ഉടനീളം കാണുന്നതിനോടൊപ്പം നമുക്കറിയാം ഒരു വാഗ്ദത്തത്തെ ചുമക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വാഗ്ദത്തത്തിന്റെ ആ ഡെലിവറിയുടെ ആ ഒരു ടൈമായി കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? ഒരു സ്ത്രീയോട് ചോദിച്ച, ഒരു കൺസീവ് ആയിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ചാൽ പറയും, അവരുടെ ആ ഒരു ടൈമില്, ആ വാഗ്ദത്തം പുറത്തു വരുവാനായിട്ടുള്ള ടൈമില് അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ചില വേദനകൾ, പെയിനുകൾ ഉണ്ടാകുവാനായിട്ട് ഇടയാ. ആ സമയത്ത് അതുവരെയും ഉണ്ടായിരിക്കുന്ന ഒരു അപ്പനോ അമ്മയ്ക്കോ ഭർത്താവിനോ ആർക്കും തന്നെ കൂടെ നിൽക്കാൻ കഴിയില്ല. ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വരാം. പരിചയമില്ലാത്ത ഡോക്ടർമാരായിരിക്കാം, നേഴ്സുമാരായിരിക്കാം. പക്ഷേ അവിടെയൊക്കെയും പ്രിയ ദൈവമക്കളെ സ്തോത്രം, ഇതാ ഒരു ദൈവ പൈതൃക ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തത്തിലേക്ക് നീ സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പായിട്ട് നിന്റെ ജീവിതത്തിന് ആ ഒരു റൈറ്റ് ടൈമിനകത്ത് നിന്റെ കൂടെ നിൽക്കുന്നവർ, നിന്നെ സഹായിക്കാമെന്ന് പറയുന്നവർ എല്ലാവരും നിന്നെ വിട്ടും കൈവിട്ടു പോകേണ്ടി വരുന്ന ഒരു സമയമുണ്ടാകും. നീ ഒറ്റയ്ക്ക് ചിലടത്ത് നിൽക്കേണ്ടി വരും. പക്ഷേ അവിടെ പതറിപ്പോകരുത്, അവിടെ തകർന്നു പോകരുത്. സ്തോത്ര. ആത്മബലം പ്രാപിച്ചുകൊണ്ട് നീ ധൈര്യത്തോടെ നിൽക്കുവാൻ തയ്യാറായ നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തം, നീ അതുവരെ ചുമന്നുകൊണ്ട് നടന്ന ദൈവിക വാഗ്ദത്തത്തെ നിനക്ക് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ ഉറപ്പോടെ ആയിരിക്കണം, ധൈര്യത്തോടെ ആയിരിക്കണം. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിന്റെ 14-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ
15-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. പ്രിയതേ മക്കളെ, സ്തോത്രം. ദൈവം വിളിച്ചിറക്കിക്കൊണ്ടുവന്നു പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കടന്നു പോകാനായിട്ട്. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ യാത്രയുടെ മധ്യത്തെ ഒരു നിലവിളിയുടെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഒരു അനുഭവം ഉണ്ടായി. അവിടെ നിന്നാണ് ദൈവം എന്ത് ചെയ്തത്? ആ നിലവിളി കേട്ട ദൈവം, അവരുടെ കഷ്ടത കണ്ട ദൈവം, അവരുടെ സങ്കടത്തെ കണ്ടതായ ദൈവം അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത്. എന്നാൽ അവരുടെ യാത്രയുടെ മധ്യത്തിലും മുന്നോട്ട് ചലിക്കുവാൻ കഴിയാതെ പിറകിലേക്കും പോകുവാൻ കഴിയാതെ വണ്ണ പ്രതികൂലത്തിന്റെ അനുഭവം വന്നപ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരു നിലവിളിയുടെ അനുഭവം അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരു സമയത്തിനകത്ത് യഹോവയെ ദൈവം മോശയോട് അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നീ മോശയോട് ഇസ്രായേൽ ജനം പിറുവിറുക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ മോശ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായി. അവിടെ കാണുവാൻ സാധിക്കുന്നു, നീ എന്നോട് നിലവിളിക്കുന്നത് മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ ജനതയോട് പറയുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും അതേ പ്രതികൂലങ്ങൾ മുൻപിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. നിന്നെയൊക്കെ സ്തോത്രം, നിന്നെ വിഴുങ്ങിക്കളയുവാൻ, അലകൾ എന്ന തിരമാലക്ക് നിന്നെ വിഴുങ്ങിക്കളയുവാൻ അലർന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. അതേ, പക്ഷേ അതിന്റെ നടുവിലും നീ ഉറച്ച് നിൽക്കുവാൻ തയ്യാറായ, നീ മുന്നോട്ട് പോകുവാൻ തയ്യാറായ, നിനക്ക് വേണ്ടി വഴി തുറന്നു തരുന്നൊരു ദൈവമുണ്ട്. നമ്മൾ ചിന്തിക്കില്ലേ പലപ്പോഴും, എന്തുകൊണ്ട് കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, എന്നിട്ടും എന്റെ ജീവിതത്തിനകത്ത് ഒരിടത്തുമില്ലാത്ത പ്രതികൂലം? നമുക്ക് 13-ാം അധ്യായത്തിനകത്തൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം മിസ്രയീമിന്റെ ഹൃദയത്തെ കഠിനമാക്കി. സ്തോത്രം. പ്രിയതേ മക്കളെ, ചിലതിന്റെയൊക്കെ ഹൃദയത്തെ ദൈവം അങ്ങ് കഠിനമാക്കും. നാം എത്ര പ്രാർത്ഥിച്ചാലും മാറാതവണ്ണം പ്രതികൂലങ്ങൾ നമ്മെ പിന്തുടരേണ്ടതിന്. കാരണം നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന, നിന്നെ അടിമത്തത്തിൽ നിന്നും നിന്നെ ദൈവിക വാഗ്ദത്തത്തിലേക്ക് കയറ്റിവിടുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവത്തിന് തെളിയിക്കുവാനാ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ അവരുടെ കരത്തിലേക്ക് ഇട്ടുകൊടുക്കുവാനല്ല. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കും, യഹോവ എന്ത് ചെയ്യുന്നു? മിസ്രയീമിന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. ആ ഒരു ഹൃദയ കാഠിന്യമാണ് എന്ത് ചെയ്യുന്നത്? ഇസ്രായേൽ ജനം അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ വീണ്ടും അവർ കുതിരയും രഥങ്ങളുമായിട്ട് മിസ്രയീമിന്റെ നേരെ വരുവാനായിട്ട് ഇടയായി തീർന്നത്. നീ വിടുവിക്കപ്പെട്ടു, നീ രക്ഷപ്പെട്ടു പുറത്തു പോകുന്നു എന്ന് കാണുമ്പോ ശത്രുമണ്ഡലം അടങ്ങി ഇരിക്കത്തില്ല, നിനക്കെതിരായിട്ട് കടന്നു വരും. പക്ഷേ അതെ, അതിന്റെ മധ്യത്തിലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. പ്രിയ കുഞ്ഞെ, ഇവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, മുൻപിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ വിഴുങ്ങിക്കളയുവാനായിട്ട് നിൽക്കുന്ന, തിരച്ചു നിൽക്കുന്ന അതേ എന്ത് ചെയ്യുന്നു? ചെങ്കടൽ ഇവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ സ്തോത്രം, ഇവരെ പിടിച്ചു വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട്, അതെ എന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കാനായിട്ട് കഴിയത്തില്ല, നീ എന്റെ കൈക്ക് തന്നെ കിടക്കുമെന്ന് പറഞ്ഞ് ചില അടിമത്വങ്ങൾ ഇവരെ പിടിച്ചു വയ്ക്കുവാനായിട്ട് ഇവരെ വീണ്ടും പിന്തുടർന്നു വരുന്ന ഒരു സൈന്യം വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അടിമത്വത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് കർത്താവ് നിന്നെ പുറത്തെടുത്തുവെങ്കിൽ ഇന്ന് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീ വീണ്ടും അടിമത്വത്തിലേക്ക് വീണു പോകുവാൻ, നിന്നെ വീണ്ടും അടിമത്വം ആക്കുവാൻ കടന്നു വരുന്ന ശത്രുവിന്റെ കരത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിന്നെ അടിമത്വത്തിലേക്ക് എന്റെ കർത്താവ് വിടുകയില്ല. സ്തോത്രം. ചിലത് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, ചിലതൊക്കെ നിന്റെ പിന്നാലെ വരുന്നത് കണ്ട് സ്തോത്രം അതേ നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം, നിലവിളിക്കുന്നുണ്ടായിരിക്കാം, ഇറങ്ങേണ്ടേരുത് ഇതിനകത്തേക്ക് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവം ഒരു സ്ഥലം വരെ വച്ചിട്ടുണ്ട്, അവിടം വരെ നിന്നെ പിൻപറ്റുന്ന ശക്തിക്ക് വരാൻ കഴിയത്തുള്ളൂ, അതിനപ്പുറം കടക്കാൻ കഴിയത്തില്ല. അതിനപ്പുറമുള്ളത് ദൈവിക വാഗ്ദത്തമുള്ളതിനാ, ഇപ്പുറത്ത് മാത്രമേ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയദൈവ ഇതിലെ ഈ പ്രഭാതത്തിൽ ഭാരപ്പെടരുത്. പ്രതികൂലത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കുമ്പോ അതേ സ്തോത്രം അധൈര്യപ്പെട്ടു പോകരുത്, ചഞ്ചലിച്ചു പോകരുത്. അവിടെ നിന്ന് ഉറച്ചു പറയണം, എന്റെ വാഗ്ദത്തത്തിന്റെ എൻട്രി ആയത്, അത് എന്റെ വാഗ്ദത്തത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു അല്പം കൂടി സ്തോത്രം അതേ 400 വർഷത്തെ അതേ സ്തോത്രം പ്രവാസം അടിമത്വം കഴിഞ്ഞു, അതേ ഒരു
അല്പസമയം ഒരു രാത്രി കൂടി ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഹല്ലേലൂയ. നീ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുക, വർഷങ്ങളായി നാളുകളായി ചില അടിമത്തങ്ങൾ, ചില ചെങ്കടലുകൾ നിന്റെ വാഗ്ദത്തത്തിലേക്ക് കയറ്റിവിടാൻ നിൽക്കുമ്പോ അതേ ഒരു ടൈം കൂടി നീ കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കുവാൻ കഴിയുമോ? കർത്താവ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു തരും. നിന്നെ കർത്താവ് വാഗ്ദത്തത്തിലേക്ക് കരം പിടിച്ച് കയറ്റുവാനായിട്ട് ഇടയായിത്തരും. ഇവിടെ ജനം ഭയപ്പെട്ടു, നിലവിളിക്കുവാൻ തയ്യാറായി. നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ സ്തോത്രം മോശയ്ക്ക് നേരെ അവർ പിറുപിറുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനവിടെ മോശ യഹോവയും ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവേ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. സ്തോത്രം. നാം ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കാണുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്രം. ആരും നിന്നെ വിടുവിപ്പാൻ കാണത്തില്ലായിരിക്കാം, ആരും നിന്നെ രക്ഷിപ്പാൻ കാണത്തില്ലായിരിക്കാം. സ്തോത്രം. മുൻപിൽ യാതൊരു സാധ്യതയും ഇല്ലായിരിക്കാം. പക്ഷേ അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ചെങ്കണ്ണെ രണ്ടാക്കി മാറ്റേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സമുദ്രത്തിന്റെ ആഴത്തൊട്ട് വഴികളെ തുറക്കേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയില്ല. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, നീ എപ്പോഴാണ് ഭയപ്പെട്ടത്, നിലവിളിച്ചത്, സ്തോത്ര ഹല്ലേലൂയ, അവിടെ വച്ച് ദൈവം ചിലതിനെ സ്റ്റോപ്പ് ചെയ്യിക്കുവാനായിട്ട് ഇടയായിത്തീരാ. പിന്നെ നീ അതിനെ കണ്ട് ഭയപ്പെടാൻ ഇടയാകത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. അതേ ചിലതിനൊക്കെ കണ്ട് നിലവിളിക്കുന്ന ഭയപ്പെടുന്നവരോട് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വ്യക്തമായി ഇടപെടുന്നു. അത് ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണുകയില്ല. സ്തോത്രം. നിന്നെ പിൻപറ്റി വരുന്ന ചിലതിനെ ദൈവം തമ്പുരാൻ എന്നേക്കുമായിട്ട് നിന്റെ മുമ്പിൽ നിന്ന് അകറ്റി കളയുവാനായിട്ട് ഇടയായിത്തീരാ. നീ ശത്രുവിന്റെ ഇടം നോക്കും, ദുഷ്ടന്റെ ഇടം നോക്കും, നീ അവനെ കാണുകയില്ല. സ്തോത്ര ഹല്ലേലൂയ. പലപ്പോഴും നീ കണ്ട് ഭയപ്പെട്ട് കാണുമായിരിക്കാം. നിനക്കെതിരായി കടന്നു വരുന്ന രഥചക്രങ്ങളുടെ ശബ്ദങ്ങൾ കേട്ട്, കുതിരപ്പടകളുടെ ശബ്ദങ്ങൾ കേട്ട്, അതേ സ്തോത്രം ഹല്ലേലൂയ, നീ പലതിനെ കണ്ട് ഭയപ്പെട്ട് കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, നിന്റെ ഭയം കൂടാതെ വേണം ദൈവിക വാഗ്ദത്തത്തിലേക്ക് കയറുവാ. എന്റെ സ്വർഗത്തിലെ ദൈവ നിന്റെ പിന്നിൽ പിൻപറ്റി വരുന്ന ചിലതിനെ എന്നേക്കുമായി നിന്റെ ജീവിതത്തിനകത്തുനിന്ന് എന്റെ ദൈവം തമ്പുരാൻ എടുത്തു മാറ്റും. ഹല്ലേലൂയ. നീ നോക്കും ചിലതിനേക്കാ, പക്ഷെ കാണുകയില്ല. ഹല്ലേലൂയ. നിന്റെ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ദൈവ, നിന്റെ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് ചിതറിച്ച് കളയുന്ന ദൈവ. അതേ ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു, നിന്നെ പകയ്ക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവ പൈതലെ സ്തോത്രം. നിന്റെ ഭയത്തെ മാറ്റുന്ന പ്രഭാതമത്രേ, നിന്റെ നിരാശകളെ മാറ്റുന്ന പ്രഭാതമത്രേ, നിന്റെ വാഗ്ദത്തത്തിനു വേണ്ടി അതേ ഭയം കൂടാതെ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുക. എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് ബലം തരുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. ഇവിടെ യഹോവ ദൈവം മോശ മുഖാന്തരം പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ സ്തോത്ര യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവേൻ. യഹോവ മോശയോട് പറഞ്ഞു, അവരോട് നിലവിളിക്കുന്നത് അവരോട് മുന്നോട്ട് പോകാൻ പറയുക. പ്രിയതേ മക്കളെ, അതേ പിറകിലേക്ക് നിന്നെ കൊണ്ട് എത്തിക്കുന്ന ഒരു ദൈവമല്ല, നീ മുന്നിലോട്ട് പോകുവാൻ കൽപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതേ സ്തോത്രം. വിട്ടേച്ചു വന്നതിലേക്ക്, അല്ലെങ്കിൽ നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന ചിലതിലേക്ക് വീണ്ടും നിന്നെ അകപ്പെടുത്തുന്ന ഒരു ദൈവമല്ല, മുന്നിലേക്ക് കൊണ്ടുപോയി, അതേ മുന്നിലേക്ക് കൊണ്ടുപോയി നിന്റെ വാഗ്ദത്തത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സ്തോത്ര ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ ആഴങ്ങൾ വർദ്ധിക്കുന്നത് കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരാണോ? ഞാൻ പറയട്ടെ, അത് ഇരിപ്പെടണ്ട. അല്പസമയം നിൽക്ക്, ഉറച്ചു നിൽക്കാൻ തയ്യാറാക്ക്. നീ നിൽക്കുന്നത് ദൈവിക വാഗ്ദത്തത്തിന്റെ മുൻപിലാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ മുന്നിലോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ ചെങ്കടൽ ആർത്തിരച്ച് ഇവർക്കെതിരാ നിൽക്കുമ്പോഴും ആ ചെങ്കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനതയെ ദൈവം വഴി നടത്തി. അതേ നിനക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ നിൽക്കുന്ന ഇടത്ത് നിന്ന് തന്നെ ദൈവം അതിന്റെ നടുവിൽ തന്നെ, ആ പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്ന് തരും. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നാം കർത്താവിനെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. നിന്നെ കൈ പിടിച്ചിരിക്കുന്ന കർത്താവ് ചെങ്കടലിൽ മുക്കിക്കളയുന്നൊരു കർത്താവല്ല, അതേ ശത്രുവിന്റെ മുമ്പാകെ പരാജയപ്പെടുത്തുന്ന കർത്താവല്ല, നിനക്ക് വേണ്ടി മുൻപിൽ വഴി തുറന്നു തരുന്ന ഒരു കർത്താവാ. അത് ഇവരെ വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞു നിന്ന ആ ചെങ്കടലിന്റെ നടുവിൽ കൂടി നിന്നെ
മുക്കിക്കളയും, നിന്നെ വിഴുങ്ങിക്കളയും, നിന്നെ ഇനി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് വിഷയങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ദൈവ പൈതലെ ഒരു വിഷയവും ഒരു തിരയും നിന്റെ ദേഹത്ത് തൊടാത്തവണ നിന്നെ അതിന്റെ നടുവിൽ കൂടി, ഇവിടെ വചനത്തിൽ കാണാൻ സാധിക്കുന്നു, ഉണങ്ങിയ നിലത്തുകൂടി സ്തോത്രം ഹല്ലേലൂയ, അവർ എന്ത് ചെയ്ത് നടക്കുവാനിടയെത്തുന്നു. ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ എന്റെ സ്വർഗത്തിന് ദൈവം ഇടയാക്കില്ല. ദൈവിക വാഗ്ദത്തമുള്ള നിന്റെ കുടുംബത്തിലുള്ള ഒന്നിനെയും ദൈവം നഷ്ടപ്പെടുത്തി കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പകൽക്കാലം ഹല്ലേലൂയ, ചില ഭയങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. വാഗ്ദത്തമുണ്ടോ? നിന്റെ ചുറ്റുപാടും പ്രതികൂലങ്ങൾ വർദ്ധിക്കും, പ്രതിസന്ധികൾ വർദ്ധിക്കും. പക്ഷേ അതിന്റെ നടുവിൽ ഹല്ലേലൂയ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ വേണം വാഗ്ദത്തത്തിലേക്ക് കയറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തെ നീ അധൈര്യപ്പെട്ടു പോകണ്ട. തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. പക്ഷെ 28-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിട്ട് രഥങ്ങളെയും കുതിരപ്പടകളെയും ഫറവോന്റെ സൈന്യത്തെ എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. നിനക്കെതിരെ കൈവിരൽ ചൂണ്ടുവാൻ, നിനക്കെതിരെ കുതിരപ്പടയുമായി കടന്നു വരുവാൻ ഒരുവനെ പോലും ശേഷിക്കാതെ വണ്ണം ഹല്ലേലൂയ, ഈ പകൽക്കാലം ഇസ്രായേൽ ജനതയെ വിടുവിച്ചതായ ദൈവം തന്റെ ജനമായിരിക്കുന്ന നമ്മെ വിടുവിക്കുവാനായിട്ടിടയെത്തിരും. ഒരുത്തനെ പോലും ശേഷിപ്പിച്ചില്ല. നിനക്കെതിരായി നിൽക്കുവാൻ, നിനക്കെതിരായി ശബ്ദിക്കുവാൻ, നിനക്കെതിരാ കുതിരപ്പടകളെ ഒരുക്കുവാൻ ഹല്ലേലൂയ എന്റെ ദൈവം തമ്പുരാൻ ഒരുവനെ പോലും ഇടയാക്കത്തില്ല. ഈ പൽക്കാലം വിശ്വസിക്കുക, നിനക്കെതിരായി കടന്നു വരുവാൻ ഒരു ടൈം വച്ചിട്ടുണ്ട്. പക്ഷേ നിന്റെ വാഗ്ദത്തത്തിന്റെ ടൈമായി കഴിയുമ്പോ പ്രിയ ദൈവമക്കളെ ഒരുവനെ പോലും ശേഷിപ്പിക്കാതെ വേണം നിന്റെ മുമ്പിൽ നിന്ന് സകലതിനെ നിർമൂലമാക്കിക്കൊണ്ട് നിന്റെ വാഗ്ദത്തത്തിലേക്ക് കയറ്റുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ഈ വാഗ്ദത്തത്തിന്റെ ടൈം എന്ന് വിശ്വസിക്കുക. അതേ വാഗ്ദത്തത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. പ്രതിസന്ധി കണ്ട് നീ നിലവിളിക്കേണ്ട, ഭാരപ്പെടേണ്ട, അധൈര്യപ്പെട്ടു പോകേണ്ട. സ്തോത്രം ഹല്ലേലൂയ. അടുത്തവിടെ കാണുവാൻ സാധിക്കുന്ന ഇസ്രായേൽ മക്കൾ കടന്റെ നടുവി ഉണങ്ങിയ നിലത്ത് കൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഹല്ലേലൂയ. മുക്കിക്കളയുമെന്ന് പറഞ്ഞ വെള്ളം, മുക്കിക്കളയുമെന്ന് പറഞ്ഞ പ്രതിസന്ധി ഇവർക്ക് മതിലായിട്ട് ദൈവം നിർത്താനായിട്ട് ഇടയായി തീർന്നു. അടുത്ത് കാണുന്നു, ഇങ്ങനെ യഹോവ ആ ദിവസം, ഏത് ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ ചെങ്കടൽ കണ്ട് ഭയപ്പെട്ട ടൈം, പിന്നിൽ വന്ന മിസ്രൈമിനെ കണ്ട് ഭയപ്പെട്ട ടൈം, നിലവിളിച്ച് ആ ദിവസം ഹല്ലേലൂയ. ചിലതിന് മുമ്പിലും പിന്നിലും നിൽക്കുന്ന പ്രതികൂലങ്ങൾ 4 സൈഡ് അപ്പായേ ഞാൻ എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തു വരും, ഇതിനകത്ത് നിന്നെ ആര് വിടുവിക്കുന്നു എന്ന് ചോദിക്കുന്നില്ലേ? അതേ സ്തോത്രം, ആ ദിവസം ഹല്ലേലൂയ എന്റെ ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ദിവസം അത്രേ. ഹല്ലേലൂയ. നീ നിരാശപ്പെട്ടു പോകരുത്. സ്തോത്രം. ഈ പകൽക്കാലം ഏതൊക്കെ കുടുംബം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ വിടുതലിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ. ചിലത് കണ്ട് നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം, ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. അതേ സ്തോത്രം, എന്നെ സഹായിപ്പാൻ ആരുമില്ല, മുൻപിലും പിന്നിലും മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പ്രതികൂലം മാത്രമാണല്ലോ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ ദിവസം ഹല്ലേലൂയ, അതേ നിലവിളിച്ച ദിവസം, അതേ ആകുലപ്പെട്ട ദിവസം, നീ ചഞ്ചലിച്ച ആ ദിവസം ഹല്ലേലൂയ നിന്റെ വിടുതലിന്റെ ദിവസം അത്രേ. ഹല്ലേലൂയ. അല്പമൊന്ന് നിൽക്കേ, പതറിപ്പോകണ്ട, നിരാശപ്പെടണ്ട. പലപ്പോഴും പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു വരുമ്പോ ഇനിയൊന്നും നടക്കത്തില്ല, മതി, തളർന്നു, ക്ഷീണിച്ചു, നിരാശപ്പെട്ട് പിന്തിരിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് പ്രിയ മക്കളെ, പലപ്പോഴും ദൈവിക വാഗ്ദത്തത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയാതിരിക്കുന്നു. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പ്രതികൂലത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകണ്ട, ഭയപ്പെട്ടു പോകണ്ട. നീ നിൽക്കുന്നത് ഉറച്ചു വിശ്വസിക്കാം. വാഗ്ദത്തത്തിന്റെ മുൻപിലത്രേ. സ്തോത്രം. ഇസ്രായേൽ ജനം അത് ഉണങ്ങിയ നിലത്ത് കൂടി അവരെന്ത് ചെയ്യുന്നു? കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ യഹോവ ദിവസം ഇസ്രായേലെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. 400 വർഷത്തെ ഹല്ലേലൂയ പ്രവാസകാലം അവർ ഒത്തിരി കഷ്ടത അനുഭവിച്ചു, പീഡകൾ അനുഭവിച്ചു, സങ്കടപ്പെട്ടു. പക്ഷേ ആ ഒരു പ്രവാസ ടൈം ദൈവം അവരുടെ ജീവിതത്തിനകത്തുനിന്ന് മാറ്റി
ഒരുത്തനെ പോലും അവരെ പീഡനത്തിനോ സങ്കടപ്പെടുത്തുവാനോ ദൈവം നിർത്താതെ വണ്ണം സകലതിനെയും ജീവൻ ശേഷിക്കാതെ വണ്ണം മാറ്റിക്കളഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ! ഈ പകൽക്കാലം വിശ്വസിക്കുക, ധൈര്യപ്പെടുക. കർത്താവ് നമ്മെ വിടുവിക്കും. സർവശക്തനായ ദൈവം തന്റെ ജനത്തെ കൈവിട്ട് കളയുകയില്ല. ആ കൈവിടാത്ത ദൈവം തന്റെ മക്കളെ രക്ഷിക്കേണ്ടതിനായിട്ട് തന്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി തന്നു. വീണ്ടെടുപ്പ് വില കൊടുത്തുവെങ്കിൽ, പ്രിയ മക്കളാക്കി തീർത്തുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുക, വീണ്ടും അടിമത്തത്തിലായിത്തീരുക, ചെങ്കടൽ മുങ്ങിത്താഴുക ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ തലമുറയുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തത്തിലേക്ക് ദൈവം കയറ്റിവിടുവാനായിട്ടിടയത്തിനും പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും. പക്ഷേ അതിന്റെ നടുവിൽ സ്തോത്രം സർവശക്തനായ ദൈവം നമ്മെ കയറ്റി വിടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര അതേ സ്തോത്രം. മിസ്രൈമിനെ കണ്ട് നിലവിളിച്ച ആ ദിവസം, മുക്കിക്കളവൻ നിൽക്കുന്ന ആ ചെങ്കണ്ണെ കണ്ട് ആ ദിവസം ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. അതേ പ്രതിസന്ധികൾ മുൻപും പിൻപും നിൽക്കുമ്പോൾ, ഇടത്തും വലത്തുമായിട്ട് നിനക്കെതിരായി ചിലത് ആഞ്ഞടിച്ചു വരുമ്പോ നീ അതിനകത്ത് നിരാശപ്പെട്ടു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ ഉറച്ചു വിശ്വസിക്കുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെയൊക്കെ പരിശുദ്ധാത്മ ഉറപ്പിക്കുക. അതേ ഭയങ്കരമായ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കാം നിൽക്കുന്നത്. വാഗ്ദത്തം ഒരു സൈഡിൽ നിൽക്കുമ്പോഴും അതേ വളരെയധികം പ്രതിസന്ധിയും പ്രതികൂലവും നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നതായിരിക്കാം. ഒരു സൈഡിൽ രോഗമെന്ന അനുഭവങ്ങൾ, മറു സൈഡിൽ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞ സാമ്പത്തിക തകർച്ചകൾ, ആത്മീയമായി മുന്നേറുവാൻ കഴിയാതവണ പലവിധ പ്രയാസങ്ങളുടെ നടുവിൽ കൂടി ആയിരിക്കാം നീ നിൽക്കുന്നത്. പക്ഷേ പ്രിയ ദൈവ പൈതലേ, അതിന്റെ നടുവിൽ കൂടി നിന്നെ കടത്തിവിടുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി വാഗ്ദത്തത്തിന്റെ വാതിലുകളെ സ്വർഗത്തിലെ ദൈവം തുറക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. സമുദ്രത്തിന്റെ ആയത്തട്ടിൽ തന്റെ ജനത്തിനു വേണ്ടി വഴി തുറന്നു കൊടുത്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യും. വിശ്വസിക്കാമോ? സമുദ്രത്തിന്റെ ആഴത്തട്ടിൽ തന്റെ ജനത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി വഴി തുറന്നു കൊടുത്തതായി ദൈവം നിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നീ നിൽക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ, നീ നിൽക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. സ്തോത്രം. മുന്നിലും പിന്നിലും നിന്നും സ്തോത്രം ദൈവം ചിലതിനെ മാറ്റിക്കളയുവാനായിട്ടിടയത്തിന് മുന്നിൽ നിന്ന ചെങ്കടൽ അവർക്ക് വഴിയായി തുറന്നപ്പോ പിന്നിൽ നിന്ന ഫറവോൻ കൂട്ടനും എന്നേക്കും അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റിക്കളഞ്ഞു. അങ്ങനെ നിന്റെ മുന്നിലും പിന്നിലും നിൽക്കുന്ന ചിലതിനെ ദൈവം മാറ്റിക്കളഞ്ഞുകൊണ്ട് ദൈവം നിന്നെ വാഗ്ദത്തത്തിലേക്ക് കയറ്റും. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക. അതേ സ്തോത്ര. പ്രതികൂലത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കുമ്പോ തളർന്നു പോകണ്ട. നീ നിൽക്കുന്നത് ദൈവിക വാഗ്ദത്തത്തിന്റെ മുൻപിലത്രേ. എന്റെ ദൈവം അതിലേക്ക് നിന്നെ കരം പിടിച്ചു കയറ്റും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കുമ്പോ ഇനി എന്താ വാഗ്ദത്തം നടക്കുവാൻ എന്ന് ചോദിച്ച് നിരാശപ്പെടുമ്പോൾ, ഇതിവിടെ കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോഴും കർത്താവേ, തന്റെ ജനത്തെ വാഗ്ദത്തത്തിലേക്ക് കയറ്റിവിട്ട സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ഈ വചനത്തിന്റെ ശക്തി മുൻപിലും പിന്നിലും നിൽക്കുന്ന സകല പ്രതികൂലത്തിനകത്തുനിന്ന് ഇവരെ വിടുവിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് തന്റെ ജനത്തെ കയറ്റിവിടണമേ. നിരാശപ്പെടാതെ, ആകുലപ്പെടാതെ ഉറച്ചു നിന്ന് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ, ഇവരെ മുക്കിക്കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ആ വിഷയത്തിന്റെ നടുവിൽ കൂടി കർത്താവേ തന്റെ ജനം നടന്ന് വാഗ്ദത്തത്തിലേക്ക് കയറട്ടെ കർത്താവേ. അപ്പൊ അവരെ പിൻപറ്റുന്ന ചിലതിനെ ഈ പകൽക്കാലത്ത് ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇവർക്ക് വേണ്ടി ചലിക്കണം. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. രോഗത്തിലായിരിക്കുന്നവരുണ്ട്, ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്, വർഷങ്ങളായി ചില അടിമത്വത്തിലായിരിക്കുന്നവരുണ്ട്, ഇവരുടെ മേൽ ആധിപത്യം ചിലത്തുന്ന ചിലതുണ്ട്. അതിനെ നിന്ന് ഒന്നിനെ പോലും ശേഷിക്കാതെ വേണം ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് കർത്താവേ ഇവരെ ദൈവം വാഗ്ദത്തത്തിലേക്ക് കടത്തിവിടണം. ഭയം കൂടാതെ അവിടെ വാഗ്ദത്തത്തിലേക്ക് കയറുക. തന്റെ ജനത്തെ ദൈവം ഒരുക്കിയായിട്ട് കർത്താവേ, ബലപ്പെടുത്തിയായിട്ട് കർത്താവേ, തന്റെ ജനത്തിന്റെ ചെറുതും വലുതുമായ സകല വിഷയങ്ങളുടെ നടുവിലും ഈ പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടട്ടെ കർത്താവേ. സമുദ്രത്തിന്റെ ആഴത്തട്ട് തന്റെ ജനത്തിനു വേണ്ടി വഴി തുറന്നു കൊടുത്തതായ ദൈവ തന്റെ
തന്റെ ജനത്തിനു വേണ്ടി നിലവിളിക്കുന്നതിന്റെ നടുവിൽ കർത്താവേ വഴികളെ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.